الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അള്ളാഹുവെ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ നീ സലാമത്തിലാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിന്റെ കല്ല ഇദാ ബലഗത്തിൽ ഹുൽഖും എന്ന് ആയത്ത് ഓതിയിട്ട് അതിൻ്റെ ഹദീസാണ് തുടങ്ങി വെച്ചത്. ഫലൗല ഇദാ ബലഗത്തുൽ ഹുൽഖും, ആ ആയത്ത് ഓതിയിട്ട് ഒരു ഹദീസ് നാം തുടങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ വയഖൂമു മിൻ ബാബി ബൈത്തിഹി ഇലാ ബാബി ഖബ്രിഹി സ്വഫാനി മിനൽ മലായിക, ആ മരണപ്പെട്ടു പോയ ആ മയ്യത്തിനെ, ആ മുഅ്മിനായ മയ്യത്തിനെ വീട്ടിൽ നിന്നിട്ട് പുറത്തു വെക്കുമ്പോൾ ആ മയ്യത്തിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി 2 സ്വഫ് മലായിക്കങ്ങൾ ഔത്തിന്റെ ബാദൽ നിന്ന് ഖബർ വരെ ഉണ്ടാകും. 2 സ്വഫ് മലായിക്കങ്ങൾ യസ്തഖ്ബിലൂനഹു ബിൽ ഇസ്തിഗ്ഫാരി, ആ മലക്കുകൾ ആ മയ്യത്തിനോട് അടുക്കും, മുന്നിട്ട് വരും. ബിൽ ഇസ്തിഗ്ഫാരി, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു. ആ ദുആയുമായിട്ട് ആ മയ്യത്തിന്റെ ചുറ്റും അവർ നടന്നു വരും 2 സഫായിട്ട്. അപ്പോഴാണ് യസീഹ് ഇബ്ലീസ് ഇന്ദ ദാലിക സ്വൈഹതൻ, ലഅനത്താക്കപ്പെട്ട പകയൻ ഇബ്ലീസ് ഇതും കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അവനെന്താക്കും, അട്ടാസിക്കും. എന്തോ ഒരു വികൃതമായ രൂപത്തിലായിട്ട് അവനെന്താക്കും, അട്ടാസിക്കും. വയഖൂലു ലിജുനൂദിഹി, അവന്റെ പട്ടാളക്കാരോട്, ആ ഇബ്ലീസിന്റെ പട്ടാളക്കാരൻ പറയും, അൽ വൈലു ലക്കും, നാശം നിങ്ങൾക്കാണ്. ശൈത്താന്മാരാകുന്ന ആൾമാരോട് പറയും, അൽ വൈലു ലക്കും, നിങ്ങൾക്കാണ് നാശം. എന്തേ? കൈഫ ഖലസ ഹാദൽ അബ്ദു മിൻകും, എങ്ങനെയാണ് ഈ അബ്ദ്, ഈ അടിമ നിങ്ങൾ രക്ഷപ്പെട്ടത്? എന്തേ ഓനെ ഒഴിതെറ്റിപ്പിച്ചിട്ട് ഹറാമായ ബാബിലേക്ക് കൊണ്ടുപോകാത്തത്? എന്തേ നരകത്തിന് ഒരു മെമ്പറാക്കാത്തത്? ഓനെ എങ്ങനെയാണ് അവൻ നിങ്ങൾക്കുള്ള സർവ്വ രക്ഷപ്പെട്ടത് എന്ന് ഇബ്ലീസ് അവരോട് എന്താക്കും, പറയുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫയഖൂലൂന, അപ്പോൾ ഫയഖൂലൂന, ആ ശൈത്താന്മാർ പറയും, ഇന്ന ഹാദാ കാന മഅസൂമ, എങ്ങനെയാണ് അവനെ വസ്വാസിയാക്കുന്നത്? അവൻ ഖുർആൻ ഓതുന്ന വ്യക്തിയായിരുന്നു, ദിക്ർ ചൊല്ലുന്ന വ്യക്തിയായിരുന്നു. സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, അൽ ബഖറ സൂറത്ത് പോലെയുള്ള സൂറത്തുകൾ നിരന്തരമായി ഓതുന്ന ആളായിരുന്നു. അവന്റെ അടുത്തേക്ക് അടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും മൊഴി തെറ്റിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ ഇതുപോലെയുള്ള ഖുർആനും ദിക്റും അതേപോലെ ദുആയും അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ ശൈത്താന്മാർ പറയും. അങ്ങനെ മുത്തുനബി പറയുന്നു, ഫഇദാ സ്വഇദ മലക്കുൽ മൗത്ത് ബിറൂഹി ഇലസ് സമാഇ, ആ വിശുദ്ധമായ ബഹുമാനമായ ആ മുഅ്മിനായ മനുഷ്യന്റെ റൂഹുമായിട്ട് മലക്കുൽ മൗത്ത് ആകാശത്തിലേക്ക് എത്തുമ്പോൾ യസ്തഖ്ബിലുഹു ജിബ്രീലു ഫീ 70 അൽഫൻ മിനൽ മലായികത്തി കുല്ലുഹും യഅതീഹി മിർ റബ്ബിഹി, അതാ 70,000 മലക്കുകളുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ മലക്കിനെ, ആ റൂഹിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വരും. അള്ളാഹു നമ്മെ അവരെ കൂട്ടത്തിൽ, ആ സ്വാലിഹായ റൂഹിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ ആത്മാവിനെ, റൂഹിനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുത്ത് നിന്നിട്ട് 70,000 മലായിക്കങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാം ആ റൂഹിനെ എന്താക്കും, സ്വാഗതം ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ ഫൈദന്തഹാ മലക്കുൽ മൗത്ത് ഇലൽ അർശി, അർശിലേക്ക് ആ മലക്കുൽ മൗത്ത് ആ റൂഹുമായി എത്തിയാൽ ഖറത്തി റൂഹു സാജിദതൻ ലിറബ്ബിഹാ, ആ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് റബ്ബിലേക്ക് വീണ്ടും അവിടെ വെച്ച് സുജൂദായിട്ട് വീഴും. ഫയഖൂലുല്ലാഹു ലിമലക്കിൽ മൗത്ത്, മലക്കുൽ മൗത്തിനോട് അല്ലാഹു പറയും, ഇൻതലിഖ് ബിറൂഹി അബ്ദീ, എൻ്റെ അടിമന്റെ റൂഹിനെ നീ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ഇല്ലീൻ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു തആല പറയും, ഫളഅഹു ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മൻലൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ്. സൂറത്തുൽ വാഖിയിൽ അതിനോടം വിശദീകരിച്ചിട്ടുണ്ട്. മുള്ളില്ലാത്ത ആ ഇത് വൃക്ഷങ്ങൾ അടിയിൽ, അതേപോലെ
ആ വാഴത്തോട്ടങ്ങൾ അതെല്ലാം കാണുന്ന നിലക്ക് ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്ത് ആ പവിത്രമായ വിശുദ്ധമായ പരിശുദ്ധമായ റൂഹിനെ നിങ്ങൾ ബഹുമാനിച്ച് അവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് അല്ലാഹു തആല ആ മലക്കിനോട് പറയും. അങ്ങനെ ഖബറിലെത്തിയാൽ, ഇനി ആ ശരീരം, ആ ബോഡി ഖബറിലെത്തിയാൽ, ആ ഖബറിൽ ചുറ്റുഭാഗത്ത് അവന് നിസ്കാരം വരും, അവന്റെ നോമ്പ് വരും, അവന്റെ സൂറത്തുൽ ഓതിയ മുഴുക്ക് വരും, ഖുർആൻ ഓത്ത് വരും, ദിക്റ് വരും, എല്ലാം അവനെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് മലക്കുകൾ വരും. ആ മലക്കുകൾ വന്ന് ഫയഖൂലാനി ലഹു, നീണ്ടമായ ഹദീസ് കുറെ വിഷയമുണ്ട്. ഫയഖൂലാനി ലഹു, ആ രണ്ട് മലക്കുകൾ ആ മുൻകർ നക്കീർ ഇസ്ലാം ചോദിക്കും, മർ റബ്ബുക വമാ ദീനുക വമൻ നബിയുക, നിന്റെ നബി ആരാണ്, ദീനാരാണ്, നിന്റെ ദീൻ ഏതാണ്, നബി ആരാണ്, അള്ളാഹു ആരാണ്, ഇതിനൊക്കെല്ലാം അവൻ മറുപടി കൊടുക്കും. എന്നിട്ട് അവസാനം പറയും, ആ മലക്കുകൾ അവനോട് പറയും, ഇതാ നീ വന്നു, അവർക്ക് നിന്റെ മേൽഭാഗം ഒന്ന് നോക്കാം. മലക്കുകൾ പറയും, നീ ഒന്ന് മേൽ നോക്കും ചെന്നിട്ടു. അങ്ങനെ നോക്കും, സ്വർഗത്തിലേക്കുള്ള ഡോറുകൾ അവനക്ക് തുറന്നു കൊടുക്കും. സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ കണ്ടുകൊണ്ടേ ഉണ്ടാകും. ആ മലക്കുകൾ പറയും, ഹാദാ മൻസിലുക യാ വലിയല്ലാഹ് ലിമ അതാഅല്ലാഹ, അല്ലാഹുവിലേക്ക് വഴിപ്പെട്ട കാരണം കൊണ്ട് നിന്റെ സ്ഥാനം ഈ സ്വർഗമാണ്, നിന്റെ പുര ഈ സ്വർഗമാണ്. അതുകൊണ്ട് ഹബീബായ മുത്തുനബി പറയും, അവനിക്ക് വല്ലാത്ത സന്തോഷം അവന്റെ കൽബിലുണ്ടാകും. എന്നിട്ട് പറയും, താഴെ ഒന്ന് നോക്കൂ, നിന്റെ താഴ്ഭാഗം ഒന്ന് നോക്കൂ. ആ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ കാണുന്നത് നരകത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടാകും. അവനോട് പറയും, നീ വീട്ടും അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നില്ലെങ്കിൽ, നീ അള്ളാഹു പറഞ്ഞതുപോലെ നടന്നിട്ടില്ലെങ്കിൽ ഈ നരകത്തിലേക്ക് നീ കടക്കേണ്ടി വരുമായിരുന്നു. നിനക്ക് സ്വർഗമാണ് അള്ളാഹു തആല തന്നത്. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ അള്ളാഹു തആല ബഹുമാനിക്കുന്നത്. അതേപോലെ കാഫിറായ മനുഷ്യന്റെ മരണം ആസന്നമാകുമ്പോൾ അള്ളാഹു തആല അവനടുത്തേക്കും മലക്കുൽ മൗത്തിനെ പോകാൻ പറയും. അതാ മലക്കുൽ മൗത്ത് എത്രയോ 500ഓളം 500 മിനൽ മലായിക, 500ഓളം വരുന്ന മലായികകളുമായിട്ട് പോകും അവന്റെ അടുത്തേക്കും. പക്ഷേ പോകുന്നത് ഈ രൂപത്തിലല്ല, ഭയങ്കരം പേടിപ്പിക്കുന്ന രൂപത്തിലായിട്ട്, രണ്ട് കണ്ണുകളും തീ പുറപ്പെടും പോലെ അവനെ പേടിപ്പിക്കപ്പെടുന്ന നിലക്കും, അതേപോലെ നരകത്തിന്റെ ദണ്ഡുമായിട്ടുമാണ് അവനടുത്തേക്ക് പോകുന്നത്. പോയിട്ട് പറയുന്നത് തന്നെ, അവനെ വിളിക്കുന്നത് തന്നെ, ഓ ലഅനത്താക്കപ്പെട്ട പകയ, ആ റൂഹിനെ വിളിക്കുന്നത് തന്നെ, അയ്യത്തുഹൻ നഫ്സുൽ ലഈനത്തുൽ മൽഊന, അല്ലാഹു തആല ലഅനത്ത് ചെയ്ത, അല്ലാഹു ധിക്കരിച്ച് നടന്ന ഓ ആത്മാവേ, റൂഹേ, നീ പുറത്തു ബാ, ഇലാ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. സൂറത്തുൽ വാഖിയിൽ അത് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അവർ സുടുകാളിയിൽ നല്ല ചൂടുള്ള കാറ്റിലും, അതേപോലെ ചൂട് കുതി പയക്കുന്ന തണ്ണീരും, അതേപോലെ അവർ വല്ലാത്ത ശിക്ഷയിൽ ശിക്ഷിക്കപ്പെടും. ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ, ദുനിയാവിൽ അള്ളാഹുവിൽ അതപ്പതിച്ച് ജീവിച്ചവരാണ്. അവന്റെ വിളിക്കുന്ന ശൈലി തന്നെ അത് തന്നെയാണ്, അയ്യത്തുഹൻ നഫ്സുൽ ലഈനത്തുൽ മൽഊന, ഓ മൽഊനാക്കപ്പെട്ട, ലഅനത്താക്കപ്പെട്ട ആത്മാവേ, നിനക്ക് അല്ലാഹു ചൂടാക്കപ്പെട്ട നരകം, തണ്ണി, ചൂടാക്കപ്പെട്ട കാറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ അവിടേക്ക് പോകണം. അങ്ങനെ ഫൈദാ ഖുബില മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ പിടിച്ചാൽ, ഫൈദാ ഖബില മലക്കുൽ മൗത്ത് റൂഹഹു, അവന്റെ ആത്മാവിനെ, ആ കാഫിറായ ധിക്കാരിയായ അള്ളാഹുവിനെ നിഷേധിച്ച് നടന്ന ആ ധിക്കരിച്ച മനുഷ്യന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കും. അപ്പോൾ ഖാലത്ത് റൂഹുൽ ജസദ്, ആ റൂഹ് ആത്മാവിനോട് പറയും. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ആത്മാവിനോട് പറഞ്ഞ വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കാഫിറായ മനുഷ്യന്റെ റൂഹ് ആത്മാവിനോട് പറയും, ജസാക്കല്ലാഹു അന്നി ഷർറ, നിനക്ക് അല്ലാഹു ഷർറ് തരട്ടെ, ഫഖദ് കുന്തി ബി സരിയൻ ഇലാ മഅസിയത്തില്ലാഹി ബതീഅൻ ബി അൻ ത്വഅത്തില്ലാഹി, അല്ലാഹുവിലേക്ക് ത്വഅത്ത് ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നീ കൊണ്ടുപോയത്, നിനക്ക് അല്ലാഹു ഷർറ് തരട്ടെ. ഫഖദ് ഹലക്ത വ അഹ്ലക്ത, നീയും ഹലാക്കായി, എന്നെയും നീ ഹലാക്കാക്കി. അവിടെ പറഞ്ഞ് ഫഖദ് നജൗത വ അൻജയ്ത, നീ രക്ഷപ്പെട്ടു, എന്നെയും നീ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത്, ഓ
ശരീരമേ നീ ഹലാക്കായി, നീ എന്നെ ഹലാക്കാക്കുകയും ചെയ്തു. അപ്പോൾ വയഖൂൽ ജസദു, ആ ബോഡി, ആ മനുഷ്യന്റെ ബോഡി റൂഹിനോട് അതേപോലെ തന്നെ പറയും. മാത്രമല്ല, നേരത്തെ മുഅ്മിനായ മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ അവൻ നിസ്കരിച്ച് മുസല്ല ഉണ്ടല്ലോ, ആ സ്ഥലം അവന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ട്. അവർക്ക് എപ്പോഴും റഹ്മത്ത് ഇറങ്ങി വരുന്ന, ഭക്ഷണം ഇറങ്ങി വരുന്ന ആ ഇത് ആകാശ ലോകത്തിന്റെ ആകാശത്തിന്റെ ഡോറുകൾ അവനക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അവൻ ആകാശങ്ങളും ഭൂമിയും അവൻ താമസിച്ച സ്ഥലവും ഇവിടെയുള്ള കാറ്റും എല്ലാം ലഅനത്ത് ചെയ്യുമെന്നാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഹബീബായ മുത്തുനബി പറയുന്നു, മോന്റെ മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇബ്ലീസിന്റെ ആൾമാർ, ഇബ്ലീസ് അനുയായികൾ പറയും, ഓ നേതാവേ, നോക്കൂ, ഞങ്ങൾ അതാ നരകത്തിലേക്കുള്ള ഞങ്ങളെ ഒരു മെമ്പർ ഇതാ പോകുന്നുണ്ട് എന്ന് അവർ സന്തോഷിക്കും. നേരത്തെ അവർ കരഞ്ഞതാണ്. ഇപ്പോൾ പറയുന്നു, ഇബ്ലീസിന്റെ ആ അനുയായികളും അതാ ഞങ്ങളിലേക്ക് ഒരു മെമ്പറാക്കാൻ ഞങ്ങൾ കഴിഞ്ഞല്ലോ, നരകത്തെ ഒരു മെമ്പർ, ഞങ്ങളൊരു മെമ്പർ പോകുന്നുണ്ടല്ലോ എന്ന് അവർ സന്തോഷിക്കും. അങ്ങനെ ആ കാഫിറായ മനുഷ്യന്റെ ആ ശരീരത്തെ ഖബറിൽ കൊണ്ടുവച്ചാൽ ഖബർ ഇടുക്കത്തരമാകും. അവന്റെ വലഭാഗത്തുള്ള ഈ ഭാര്യയിൽ അതാ മറ്റു ഭാര്യയെല്ലാമായിട്ട് എന്താക്കും, അടുക്കും. അവൻ വേദന കൊണ്ടെന്താക്കും, പെടക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവന്റെ അടുത്ത് മുൻകർ നക്കീർ അലൈഹിസ്സലാം വരും, ചോദ്യം ചോദിക്കും. ലാ അദ്രി, അവൻ എന്താക്കും, ഉത്തരം പറയും. അവനോട് അവസാനം പറയും, നീ ഒന്ന് മേൽഭാഗത്തേക്ക് നോക്കുന്നു പറയും. നോക്കുമ്പോൾ സ്വർഗം തുറന്നിട്ടുണ്ടാകും. അപ്പോൾ പറയും, നിന്റെ സ്ഥാനം, നീ അള്ളാഹുവിനെ വഴിപ്പെട്ടിനെങ്കിൽ നിന്റെ സ്ഥാനം ഇതായിരുന്നു, നീ ധിക്കരിച്ച് നടന്നു കൊണ്ടിട്ട് ഒന്ന് താഴെ നോക്കൂ. അപ്പോൾ നരകത്തിന്റെ ഭാഗം തുറന്നു കൊടുക്കും. ഇതാണ് നിന്റെ മൻസരി, ഇതാണ് നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞ് അവനെ എന്താക്കും, ദണ്ടുകൊണ്ട് അടിക്കുകയും എന്നിട്ട് അതുവല്ല, ഓ അള്ളാഹുവിന്റെ ശത്രു, ഓ അള്ളാഹുവിന്റെ ശത്രുവെ, ഹദാ മൻസിലുക, ഇത് നിന്റെ വീടാണ്. നീ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന കാരണം കൊണ്ട് നിനക്ക് അല്ലാഹു തആല ഒരുക്കി തയ്യാറാക്കിയ വീടാണ്. വയുഫ്തഹു ലഹു സബ്അത്തുൻ വസബ്ഊന ബാബ ഇലന്നാർ, നരകത്തിന്റെ 77 ഡോറുകൾ അത് അവനക്ക് തുറന്നു കൊടുക്കും. തീഹി, ആ ഡോറിൽ കൂടി ചൂട് കാറ്റുകളും നരകത്തിന്റെ ശിക്ഷകളും അവൻ ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുസീബത്ത്, അത്തരം മരണത്തിനിട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാ 40ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. നാളത്തെ ക്ലാസ് കൊണ്ട് ഇൻഷാ അല്ലാ എന്താക്കും, സൂറത്തുൽ വാഖിയ അവസാനമാകും. ഇൻഷാ 41 ദിവസം അല്ലാഹു തആല നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم. إن شاء الله ഈ ആയത്ത് നമുക്ക് നാളെ ചെറിയ നിലയ്ക്ക് വിശദീകരിച്ച് 41 ക്ലാസ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു നാൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഒരു നാൾ നമുക്ക് എന്താക്കാം, സമാപന ദുആ നടത്താം. അള്ളാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് ആൾമാർ ഈ മജ്‌ലിസിൽ ഇരുന്നവരുണ്ട്, അതേപോലെ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ടിരുന്നവരുണ്ട്, അതേപോലെ ഒരുപാട് ആൾമാർ പുറത്ത് കേട്ടവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഈ സൂറത്തുൽ വാഖിയയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തരുമാറാകട്ടെ. ഞങ്ങളെ ബിസിനസ്സിൽ, ഞങ്ങളെ സ്വർത്തിൽ അല്ലാഹു വലിയ ബറക്കത്തും നിഅമത്തും ലാഭങ്ങളും അല്ലാഹു തആല ഏറ്റി തരുമാറാകട്ടെ. ഞങ്ങളെ കടങ്ങളെ അല്ലാഹു തീർത്തരുമാറാകട്ടെ. ഞങ്ങളുടെ രോഗങ്ങളെ അല്ലാഹു തആല പൂർണ്ണമായ ആജിലായ ശിഫ തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് ജുമുഅ രാത്രിയോ പകലോ റമളാനിലായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.